Hello guys, welcome back to my YouTube channel. Soft voice, strong show, the infinite spark. Welcome to Mirror's എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോസ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യുവ ഡോക്ടർക്കെതിരെയുള്ള പീഡന പരാതിയിൽ പോലീസ് കുറ്റപത്രം വേടനെതിരെ സമർപ്പിച്ചു. അതിൽ ഈ ഒരു യുവതി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്നതായിട്ടുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ റാപ്പർ വേടനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് നടപടി. വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് തെളിവുണ്ടെന്ന് കുറ്റപത്രം. യുവതിയുമായുള്ള ബന്ധം നിഷേധിക്കാതെ വേടന്റെ മൊഴി. ബിന്നിൽ ചേർന്ന വിവരങ്ങളുമായി ബിന്നിൽ, ഗുഡ് മോർണിംഗ്. എന്താണ് വേടന്റെ മൊഴിയിലുള്ളത്? ഈ നിഷേധിക്കുന്നില്ലല്ലോ ഈ സംഭവങ്ങളൊന്നും. ഗുഡ് മോർണിംഗ് മോത്തി. വേടൻ ഈ സംഭവങ്ങളൊന്നും നിഷേധിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ച് നോക്കുകയാണെങ്കിൽ വേടൻ റിയൽ ലൈഫിൽ വെറും ഒരു ഫേക്ക് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു എന്ന് വേണോ നമ്മൾ വിശ്വസിക്കാനായിട്ട്? അങ്ങനെ വിശ്വസിക്കാനാണ് ഇപ്പം നിർബന്ധിതരാകുന്നത്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാനും. വേടൻ്റെ കലാസൃഷ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വേടനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഇതൊരു ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. വേടൻ ഇങ്ങനെയൊക്കെയാണല്ലോ റിയൽ ലൈഫിൽ ചെയ്യുന്നത്. അപ്പം വേടനെ ഇൻസ്പയർ ആയിട്ട് മുന്നോട്ട് ഒരുപാട് പേര്, ഇവൻ കൊച്ചു കുട്ടികളടക്കം വേടനെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അതുപോലെ മുന്നോട്ട് അതേ കോസ്റ്റ്യൂമിൽ അതേ രീതിയിൽ അതേ ബിഹേവിയറിൽ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ മുമ്പിൽ വലിയൊരു മുഖം മൂടി വെച്ചിട്ടുള്ള ഒരാളായിട്ട് വേണ്ടേ നമ്മളിപ്പോൾ വേടനെ കണക്കാക്കാനായിട്ട്? അത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഒരു വലിയ വഞ്ചന തന്നെയല്ലേ? അതെ, വേടനെ അനുകൂലിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസിൻ്റെ ഈ ഒരു കുറ്റപത്രം കൂടി കണ്ടപ്പോൾ അത് വേടൻ നിഷേധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാം? വേടൻ റിയൽ ലൈഫിൽ കാണുന്ന ഒരാളെ അല്ല റിയൽ ലൈഫിൽ എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാനായിട്ട്. വേടൻ തന്നെ പാട്ടുകളിലൂടെ പറയുന്ന രാഷ്ട്രീയം, അത് ഏതൊരു വ്യക്തിയെയും വേടനിലേക്ക് ഒരു കാന്തശക്തി പോലെ പിടിച്ച് അടുപ്പിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് വേടൻ തൻ്റെ വരികളിലൂടെ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. പക്ഷേ റിയൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നില്ല. റിയൽ ലൈഫിൽ പക്ക ഫേക്കായിട്ട് ഒരു മാസ്ക് അണിഞ്ഞ പോലെയാണ് ഈ ഒരു വേടൻ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രയും നാൾ വന്നത് എന്ന് വേണം നമുക്കായി മനസ്സിലാക്കാനായിട്ട്. 2021 മുതൽ 2023 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു ഡോക്ടർ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. അപ്പം അത് അന്ന് തനിക്ക് പറ്റിപ്പോയൊരു തെറ്റായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ, അതിൽ നിന്ന് കരകയറണം എന്നുണ്ടായിരുന്നെങ്കിൽ വേടന് ആ ഒരു തെറ്റിൻ്റെ പ്രായശ്ചിത്തം അന്നേ ചെയ്യായിരുന്നില്ലേ? ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ച സമയത്ത് തന്നെ വേടൻ അത് ചെയ്യായിരുന്നില്ലേ? അതായത് വേടൻ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പൊസിഷനിലാണ് എന്നെ സമൂഹം കാണേണ്ടത് എന്ന് വേടൻ മുന്നേ കണ്ടിട്ടുണ്ടാവില്ലേ മനസ്സിൽ? ആ ഒരു സ്ഥലത്തല്ലേ വേടൻ എത്തി നിന്നതും. അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ സമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ എന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം, എൻ്റെ പിൻകാലമെല്ലാം എന്നെ വേട്ടയാടും എന്നുള്ള കാര്യം വേടൻ മനസ്സിലാക്കേണ്ടിയിരുന്നു. അന്ന് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണോ പ്രായശ്ചിത്തമായിട്ട് ചെയ്തു കൊടുക്കേണ്ടിയിരുന്നത് അന്ന് അതൊക്കെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് വേടൻ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഞാനിപ്പോഴും വേടൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ കലാസൃഷ്ടികളെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം റിയൽ ലൈഫിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയത് എന്നറിയില്ല. സാഹചര്യങ്ങളാണോ ഇദ്ദേഹത്തെ ഇങ്ങനെയാക്കിയത്? ഒരു മനുഷ്യന്റെ സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ചിലപ്പം ഒരു കള്ളനാവാം, അല്ലെങ്കിൽ ഒരു കൊലപാതകയാവാം. അങ്ങനെയൊക്കെ ആവാമെങ്കിൽ പോലും അത് സാഹചര്യമാണ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇതൊരിക്കലും സാഹചര്യവശാൽ വന്ന ഒരു തെറ്റാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല, അല്ലേ? കരുതി കൂട്ടി ചെയ്ത തെറ്റ് തന്നെയാണ് എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട്. സോ തൻ്റെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ തിരുത്തി വേണം ഇനി വേടൻ മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഈ ഒരു സമൂഹത്തിലെ ചെറിയ കുട്ടികളടക്കം വേടനെ കണ്ട് ഇൻസ്പയർ ആകുന്നുണ്ട്.
ആ ഒരു കുട്ടികളുടെ മുമ്പിൽ ഈ ഒരു മുഖംമൂടിയെല്ലാം അഴിച്ചു കളഞ്ഞ് നല്ല രീതിയിൽ താൻ ചെയ്ത തെറ്റുകളെല്ലാം തിരുത്തി വേണം ഇനിയും മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ വേടന് പണമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പീഡന പരാതി വന്നപ്പോൾ ഉടനെ അവർക്ക് മനസ്സിലാവും, ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവും ഇപ്പോൾ പോലീസിന്റെ കയ്യിൽ പെട്ടാൽ താൻ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിപരമായിട്ട് അവിടെ നിന്ന് ഒളിവിൽ പോവുകയും അത് കഴിഞ്ഞിട്ട് പണത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും ബലത്തിൽ ഈ ഒരു കറക്റ്റ് സമയത്ത് പുറത്ത് വരികയും അവിടുന്ന് ജാമ്യമെടുത്ത് ഇപ്പോഴും നല്ല രീതിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു നിബന്ധനകളും ഇല്ലാതെ സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അപ്പം ഇപ്പം കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടുള്ള, അതായത് വേടനെതിരെ എന്തൊക്കെയാണ് നിയമ നടപടി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പാവപ്പെട്ടവനായിരുന്നു ഈ ഒരു കാര്യത്തിൽ പെട്ടിരുന്നതെങ്കിൽ അവൻ വിട്ടുപോയനായിരുന്നു. പക്ഷേ ഇപ്പം വേടൻ്റെ കയ്യിൽ പണമുണ്ട്, സ്വാധീനമുണ്ട്. അതുകൊണ്ട് എന്താണ് ഇനി മുന്നോട്ട് നടക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും എനിക്കും ഈ ഒരു സംഭവത്തിൽ ഞാൻ വേടനെ അനുകൂലിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താ പറയാ, അനുകൂലിക്കാൻ തോന്നുന്നില്ല. ഇയാളുടെ കലാപരമായിട്ട് സൃഷ്ടികളെ പിന്തള്ളി കളയാനും എനിക്ക് തോന്നുന്നില്ല. അതിപ്പോഴും എനിക്കിഷ്ടം തന്നെയാണ്. പക്ഷെ റിയൽ ലൈഫ് മാറണം. ഈവൻ കുട്ടികളടക്കം വേടനെ കണ്ട് ഇൻസ്പയർ ആകുന്നത് കൊണ്ട് തന്നെ വേടൻ ഈ ഒരു തെറ്റുകളെല്ലാം തിരുത്താൻ പറ്റുന്നത്രയും തിരുത്തണം. അത് സോഷ്യലി പറയുകയും ചെയ്യണം, കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. വരും തലമുറകളൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും പോയി പെടാതെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് ജീവിതത്തിൽ മുന്നേറി വരാനായിട്ട് അതിലും അവർക്കൊരു ഇൻസ്പിറേഷനായിട്ട് കാണിച്ചു കൊടുക്കുക. തുടർ നടപടികളൊക്കെ എന്താണെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഇടാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.